ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് ഉടനെ ഒരു ഉടമ്പടി പുസ്തകം കിട്ടും. നമ്മൾ ഓൺലൈനിലാണെങ്കിൽ പ്രെയർ നമുക്ക് ഓൺലൈനിൽ തന്നെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമ്മുടെ ലാംഗ്വേജിനനുസരിച്ച് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് തിരികൾ നമ്മൾ കത്തിക്കുന്നത് രാവിലെയാണ് നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത്. രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. 6 മണിക്ക് മുമ്പ് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്നായും 7 നന്മറിഞ്ഞും ചൊല്ലി മാതാവിന് കാഴ്ചവെക്കണം. അതുപോലെ പച്ചത്തിരി കത്തിച്ച് വൈകുന്നേരം കുടുംബ പ്രാർത്ഥന സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി വൈകുന്നേരം നമ്മൾ ജപമാല ചൊല്ലിയതിനു ശേഷം നമ്മൾ ഈ പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. അതും ഇതുപോലെ തന്നെയാണ്. ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്നായും 7 നന്മറിഞ്ഞവരെയും ചൊല്ലി കൃപാസനത്തിലെ ഉടമ്പടി പുസ്തകത്തിലെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി ഓൺലൈൻ എടുക്കുമ്പോൾ കിട്ടുന്ന പ്രാർത്ഥന ചൊല്ലി നമ്മൾ മാതാവിന് കാഴ്ചവെക്കണം. അതുപോലെ തന്നെ അന്നേരം തന്നെ നമ്മൾ ഉടമ്പടി തൈലം കുരിശ് വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ ഉടമ്പടി തൈലവും നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെയാണ് നീലത്തിരിയും പച്ചത്തിരിയും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ 90 ദിവസമാണ് ഉടമ്പടി എടുക്കുന്നത്. നമുക്ക് 6 നിയോഗങ്ങൾ വെക്കാം കേട്ടോ. നമ്മുടെ ആവശ്യങ്ങളിൽ 6 നിയോഗങ്ങൾ വെക്കാം. അത് നമ്മൾ കൃത്യമായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഉടമ്പടി നമുക്ക് ഉടനടി പരിഹാരം എന്നാണ് പറയുന്നത്. എൻ്റെ അനുഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഉടമ്പടിയിലെല്ലാം ഉടനടി പരിഹാരം തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത്. അതുപോലെ ഉടമ്പടി പത്രം കിട്ടും. പത്രം അതൊരു സുവിശേഷ വേലയാണ്. മാതാവ് ചെയ്ത അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അതായത് അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ കൂടുതൽ അറിയിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പത്രം കൊടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഏതെങ്കിലും ഒരു നേരം ഉപവസിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. അത് നിങ്ങളുടെ സാമ്പത്തിക രീതി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന പോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. ഒരു ദിവസം 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണം. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കണം. അതുപോലെ പറ്റുവാണെങ്കിൽ കുർബാനകളിലൊക്കെ എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ കുർബാനകളിൽ പങ്കെടുക്കണം. അതുപോലെ ജപമാല നിങ്ങൾക്ക് എപ്പോഴൊക്കെ ജപമാല ചൊല്ലാം അപ്പോഴൊക്കെ ജപമാല ചൊല്ലണം, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട്. അതാണ് ഉടമ്പടിയിൽ ഒരു പ്രധാന ഇത് തന്നെ. നമ്മുടെ നിയോഗങ്ങൾ സാധിക്കുക എന്നതിലുപരി നമ്മൾ ദൈവത്തോട് കൂടുതൽ എടുക്കുക, ആത്മീയമായിട്ട് നമ്മൾ വളരുക, നിത്യതയിലേക്ക് വേണ്ടി നമ്മളെ ഒരുക്കുക. അതാണ് ഉടമ്പടിയിലൂടെ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിയോഗ സാധ്യത്തിലപ്പുറം പക്ഷെ നമ്മളെ അറിയുന്ന ദൈവം നമ്മളെ നിയോഗങ്ങൾ 6 നിയോഗങ്ങൾ വെച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ചേർത്ത് പിടിച്ച് നടത്തിത്തരും. ഇതാണ് മെയിനായിട്ട് ഉടമ്പടിയിലുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് ഉടമ്പടിയെ കുറിച്ച് അറിയണമെങ്കിൽ കൃപാസനത്തിൽ തന്നെ വെബ്സൈറ്റിൽ ഉടമ്പടിയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.